ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. ആദ്യമേ പാസീവ് എന്താണെന്ന് നമ്മൾ അറിയണം. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. മലയാളത്തിൽ ഉദാഹരണമായി അവനെ കണ്ടു, അവനെ സഹായിച്ചു, അവനെ കൊണ്ടുവന്നു, ഇതെല്ലാം പാസീവ് വാചകങ്ങളാണ്. അതുപോലെ വാതിൽ തുറന്നു, ജനാല തുറന്നു, മരം വെട്ടി, നായയെ വാങ്ങിച്ചു, ആനയെ വാങ്ങിച്ചു, ഇതെല്ലാം പാസീവ് വാചകങ്ങളാണ്. മലയാളത്തിലെ ഒരു പ്രത്യേകത, ചില വെർബ്സ് ക്രിയകള് രണ്ട് രീതിയിൽ ഒരർത്ഥത്തിൽ പാസീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണമായി അവളെ രക്ഷിച്ചു, അത് തന്നെ അവൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് വാചകങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്നാൽ ഇതുപോലെ രക്ഷിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, ആ രീതിയിൽ പറയുന്ന വെർബ്സ് ക്രിയകള് മലയാളത്തിൽ കുറവാണ്. രണ്ട് രീതിയിലും പറയാൻ പറ്റുന്ന വെർബ്സ്. കൂടുതലും നമ്മൾ അവളെ സഹായിച്ചു, അവളെ കൊണ്ടുവന്നു, അവളെ പഠിപ്പിച്ചു, അവളെ കൊണ്ടുപോയി, ഈ രീതിയിലാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഇവയെല്ലാം പാസീവ് വാചകങ്ങളാണ്. മറ്റൊരു കാര്യം, എല്ലാ വെർബ്സിനും ക്രിയകൾക്കും പാസീവ് ഇല്ല. ഉദാഹരണമായി അവൻ നിന്നു, അവനെ നിന്നു എന്ന് നമ്മൾ പറയില്ല. എന്നാൽ അവൻ പഠിപ്പിച്ചു, അവനെ പഠിപ്പിച്ചു, രണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവൻ നിന്നു, അവനെ നിന്നു എന്ന് പറയില്ല. അതായത് എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെയാണ്, എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്നതിന്റെ പാസീവ് വാചകങ്ങളാണ്. പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് ഈ ഭാഷ പഠിക്കുന്നത്. നമ്മൾ ഈ പേരൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്. അവൻ വരും, ഞാൻ പോകും, അവൻ എഴുതും, ഞങ്ങൾ കാണും. ഇതാണ് ഈ ടെൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പാസീവ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസീവ് വാചകം ഉണ്ടാക്കുന്ന രീതി, സബ്ജക്ട് അതിന്റെ കൂടെ വിൽ ബി എന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഷാൽ ബിയും വയ്ക്കാം. നമ്മൾ വിൽ ബി ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുക. നേരത്തെ ഇത് കണ്ടപ്പോൾ നമ്മൾ ഈ ഫോം, ബേസ് ഫോം ആണ് ഉപയോഗിച്ചത്. വില്ലോ ഷാലിന്റെ കൂടെ ബേസ് ഫോം ആണ് ഉപയോഗിച്ചത്. ഓക്കെ, നമ്മൾ 4 വാചകങ്ങള് കണ്ടു കഴിഞ്ഞു. അവനെ തെരഞ്ഞെടുക്കും, ഹി വിൽ ബി ചോസൺ. അവനെ തെരഞ്ഞെടുക്കുമോ, വിൽ ഹി ബി ചോസൺ. അവനെ തെരഞ്ഞെടുക്കില്ല, ഹി വോണ്ട് ബി ചോസൺ. അവനെ തെരഞ്ഞെടുക്കില്ലേ, വോണ്ട് ഹി ബി ചോസൺ. ഈ വാചകങ്ങൾ കണ്ടു. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് വെൻ, എപ്പോൾ, വേർ, എവിടെ, ഹൗ, എങ്ങനെ, വൈ, എന്തുകൊണ്ട്, ഹു, ആര്, വാട്ട്, എന്ത്, ഇങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രാക്ടീസ് ചെയ്താലേ ഭാഷ പഠിക്കൂ, അത് കാര്യം ഓർക്കുക. നമുക്ക് നോക്കാം. വെൻ വിൽ ഐ ബി ചോസൺ, വെൻ വിൽ ഐ ബി ചോസൺ, വെൻ വിൽ ഐ ബി ചോസൺ. എപ്പോൾ എന്നെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ എന്നെ എപ്പോൾ തെരഞ്ഞെടുക്കും. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ ഒഴുക്ക് വരികയുള്ളൂ. വെൻ വിൽ ഐ ബി ചോസൺ, വെൻ വിൽ ഐ ബി ചോസൺ. ഓക്കെ, വേർ വിൽ ഐ ബി ചോസൺ, വേർ വിൽ ഐ ബി ചോസൺ. എവിടെ എന്നെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ എന്നെ എവിടെ തെരഞ്ഞെടുക്കും. ഹൗ വിൽ ഐ ബി ചോസൺ, ഹൗ വിൽ ഐ ബി ചോസൺ. എങ്ങനെ എന്നെ തെരഞ്ഞെടുക്കും. വൈ വിൽ ഐ ബി ചോസൺ, എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുക്കും. വൈയുടെ ഒരു പ്രത്യേകത, നെഗറ്റീവിന്റെ കൂടെയും വൈ ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ഇവയുടെ കൂടെ വെൻ, വേർ, ഹൗവിന്റെ കൂടെ നെഗറ്റീവ് വെർബ്സ് ഉപയോഗിക്കാറില്ല സാധാരണ. വൈ വോണ്ട് ഐ ബി ചോസൺ, വൈ വോണ്ട് ഐ ബി ചോസൺ. എന്താ ഇതിന്റെ അർത്ഥം? എന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുക്കില്ല. വൈ വോണ്ട് ഐ ബി ചോസൺ, വൈ വോണ്ട് ഐ ബി ചോസൺ. ഇതിൽ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില വാചകങ്ങൾക്ക് അർത്ഥം തോന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ, അടുത്തത് വി. ഇതേപോലെ തന്നെയാണ്. വെൻ വിൽ വി ബി സെൻഡ്, വെൻ വിൽ വി ബി സെൻഡ്, വെൻ വിൽ യു ബി സെൻഡ്. എപ്പോൾ ഞങ്ങളെ അയക്കും. വെൻ വിൽ യു ബി സെൻഡ്. വേർ വിൽ യു ബി സെൻഡ്, വേർ വിൽ വി ബി സെൻഡ്, വേർ വിൽ യു ബി സെൻഡ്. എവിടെ ഞങ്ങളെ അയക്കും, അല്ലെങ്കിൽ ഞങ്ങളെ എവിടെ അയക്കും, ഞങ്ങളെ എവിടെ അയക്കും. അത് പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ അർത്ഥമുള്ള വാചകമുണ്ടെന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് ഹി വെച്ച് ഇതേപോലെ തന്നെയാണ്. വെൻ വിൽ ഹി ബി ടോട്ട്, വെൻ വിൽ ഹി ബി ടോട്ട്. എപ്പോൾ അവനെ പഠിപ്പിക്കും. വേർ വിൽ ഹി ബി ടോട്ട്. എവിടെ അവനെ പഠിപ്പിക്കും. ഹൗ വിൽ ഹി ബി ടോട്ട്. എങ്ങനെ അവനെ പഠിപ്പിക്കും.
വൈ വിൽ ഹി ബി ടോട്ട്, എന്തുകൊണ്ട് അവനെ പഠിപ്പിക്കും? കാരണം ചോദിക്കുക. വൈ വോണ്ട് ഹി ബി ടോട്ട്, വൈ വോണ്ട് ഹി ബി ടോട്ട്, എന്തുകൊണ്ട് അവനെ പഠിപ്പിക്കില്ല? ഓക്കെ, എന്തുകൊണ്ട് അവനെ പഠിപ്പിക്കില്ല? വൈ വോണ്ട് ഹി ബി ടോട്ട്. ഇതിൽ പ്രാക്ടീസ് ചെയ്യുക. ഷീ അതേപോലെ തന്നെയാണ്. ഇറ്റ് വെച്ച് നോക്കാം. ഇറ്റ് എന്ന് പറയുമ്പോൾ അത്, ഇത് എന്ന അർത്ഥത്തിലാണ്. പുസ്തകം, വീട്, മരം, ആന, നായ, ഇതിനൊക്കെ പകരമായിട്ട് ഇറ്റ് ഉപയോഗിക്കാം. വെൻ വിൽ ഇറ്റ് ബി സെൻഡ്, വെൻ വിൽ ഇറ്റ് ബി സെൻഡ്, എപ്പോൾ അത് അയക്കും. അതെന്ന് പറയുമ്പോൾ ലെറ്റർ ആകാം, പാഴ്സൽ ആകാം. ഓക്കെ, വെൻ വിൽ ഇറ്റ് ബി സെൻഡ്. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കണേ. ജീവനുള്ളതാണെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു നായ ആണെങ്കിൽ when will it be sent, when will it be sent, എപ്പോൾ അതിനെ അയക്കും. ജീവനുള്ളതാണെങ്കിൽ അതിനെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ജീവനില്ലാത്തതാണെങ്കിൽ അത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതുപോലെ when will it be sold, എപ്പോൾ അത് വിൽക്കും, അല്ലെങ്കിൽ എപ്പോൾ അതിനെ വിൽക്കും. when will it be sent, when will it be brought, when will it be brought, എപ്പോൾ അത് കൊണ്ടുവരും, അല്ലെങ്കിൽ എപ്പോൾ അതിനെ കൊണ്ടുവരും. ഇതെല്ലാം പാസീവ് വാചകങ്ങളാണ്. അടുത്തത് ദേ, അവർ, ഇവർ, അല്ലെങ്കിൽ അവ, ഇവ. when will they be helped, എപ്പോൾ അവരെ സഹായിക്കും. when will they be helped, where will they be helped, എവിടെ അവരെ സഹായിക്കും. how will they be helped, എങ്ങനെ അവരെ സഹായിക്കും. why will they be helped, എന്തുകൊണ്ട് അവരെ സഹായിക്കും. why won't they be helped, എന്തുകൊണ്ട് അവരെ സഹായിക്കില്ല. why won't they be helped. ഓക്കെ, ഇതിൽ പ്രാക്ടീസ് ചെയ്യണം. അർത്ഥമില്ലാത്ത വാചകമുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ ഉചിതമായ മറ്റ് വെബ്സ്, ക്രിയകൾ ഇവിടെ ഉപയോഗിക്കാം. നമുക്ക് ഒത്തിരി വെബ്സ് ആ ലിസ്റ്റിലുണ്ട്, അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അടുത്തത് ഹു, ആര്. ഹു വിൽ ബി ചോസൺ, ആര് തിരഞ്ഞെടുക്കും. ഇതെങ്ങനെയാണ് നമ്മൾ തർജിമ ചെയ്യുക? ഇംഗ്ലീഷിലെ ഹും, WHOM, ഹും, ആര് എന്നുള്ളതിന് ആ വാക്കുണ്ട്. പക്ഷെ പാസീവില് നമ്മൾ ഹു എന്ന് ഉപയോഗിക്കുമ്പോൾ ആര് എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുക. ഹു വിൽ ബി ചോസൺ, ആര് തിരഞ്ഞെടുക്കപ്പെടും, അല്ലെങ്കിൽ ആര് തിരഞ്ഞെടുക്കും. ഹു വിൽ ബി സെൻഡ്, ആരെ അയക്കും. ഹു വിൽ ബി ടോട്ട്, ആരെ പഠിപ്പിക്കും. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് വാട്ട്, എന്ത്, അല്ലെങ്കിൽ എന്തിനെ. അർത്ഥം നമുക്ക് പാസീവ് ആകുമ്പോൾ കിട്ടും. വാട്ട് വിൽ ബി ചോസൺ, എന്ത് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ എന്തിനെ തിരഞ്ഞെടുക്കും. വാട്ട് വിൽ ബി സെൻഡ്, എന്തയക്കും, അല്ലെങ്കിൽ എന്തിനെ അയക്കും. ജീവനുള്ളതാണെങ്കിൽ എന്തിനെ അയക്കും. വാട്ട് വിൽ ബി ടോട്ട്, എന്ത് പഠിപ്പിക്കും. വാട്ട് വിൽ ബി ഹെൽപ്പ്, എന്ത് സഹായിക്കും. അത് അർത്ഥമുള്ള വാചകമല്ല. ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, അർത്ഥമുള്ള വാചകമാണെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഈ പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഈ പാസീവ് വാചകമെന്ന്. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി പ്രധാനപ്പെട്ടത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഇതൊന്നും കാണാപാഠം പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഫോമിലൊന്നും കാണാപാഠം പഠിക്കേണ്ട, ഉപയോഗിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം. പുതിയ വെബ്സും അതോടൊപ്പം പഠിക്കുക. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം. ഉച്ചാരണ, അർത്ഥമൊക്കെ പഠിക്കണം. ഒത്തിരി വാക്കുകൾ പഠിക്കാൻ നോക്കണം. ഓക്കെ, അതുപോലെ നെറ്റില് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള്, സംഭാഷണമൊക്കെ ലഭ്യമാണ്. അതൊക്കെ എടുത്ത് വായിച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും. ഓക്കെ, പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനും പറ്റും. വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക.
പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 6ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകളുടേത്. ആ 4 ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ 3 ഫോം പഠിച്ചാൽ മതി, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും വെർബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേപോലെ ഇരിക്കും. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്, അത് മറക്കരുത്. പിന്നെ പ്രസന്റ് ഫോമിന് സിംഗുലറും പ്ലൂറലും ഉണ്ട്. എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗുലർ കിട്ടും, മറ്റേത് പ്ലൂറല്. അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക. അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമാണ്. ലീഡ്, ലെഡ്, ലെഡ്, റീഡ്, റെഡ്, റെഡ്. ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ. പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പെല്ലിംഗ് ഒന്നാണ്, പക്ഷെ ഉച്ചാരണം വ്യത്യാസമുണ്ട്. റീഡ്, റെഡ്, റെഡ് എന്നാണ്. ഫീഡ്, ഫെഡ്, ഫെഡ്. സ്പീഡ്, സ്പെഡ്, സ്പെഡ്. പ്ലേ, ഫ്ലഡ്, ഫ്ലഡ്. പേ, പെയ്ഡ്, പെയ്ഡ്. ലേ, ലേഡ്, ലേഡ്. സേ, സെഡ്, സെഡ്. ഹിയർ, ഹേർഡ്, ഹേർഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇനിയുള്ള വെർബുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മൾ കാണുകയാണ്. അറേഞ്ച്, അറേഞ്ച്ഡ്, അറേഞ്ച്ഡ്. അറ്റാക്ക്, അറ്റാക്ട്, അറ്റാക്ട്.
attempt, attempted, attempted, breathe, breathed, breathed, clap, clapped, clapped, cure, cured, cured, deserved, 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 escape, escaped, escaped, dry, dried, dried, face, faced, faced, increase, increased, increased, influence, influenced, influenced, fool, fooled, fooled, practice, practiced, practiced, pull, pulled, pulled, question, questioned, questioned, raise, raised, raised, remind, reminded, reminded, repeat, repeated, repeated, request, requested, requested. ഓർക്കുക, ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, ഇവ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം. ഓക്കെ.